പ്യുവർ വെജിറ്റേറിയനായ ഫാമിലിയിലേക്ക് വിവാഹം കഴിഞ്ഞു വന്ന നോൺ വെജായ നായിക. അതോടെ നായികയും വെജിറ്റേറിയനായി മാറി. അങ്ങനെ 3 വർഷം കടന്നുപോയി. ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നോൺ വെജ് അലൗഡ് അല്ല. ഒരു നാൾ ഒരു ഡെലിവറി ബോയ് ആണെങ്കിലോ നോൺ വെജ് കൊണ്ടുവന്നു. ഇതറിഞ്ഞ അമ്മായിയമ്മ സെക്യൂരിറ്റിക്ക് അടുത്തെത്തി ഒരുപാട് പ്രശ്നമുണ്ടാക്കി. നായിക പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതും. അതേ സമയമായിരുന്നു നായികയ്ക്ക് ചെക്കപ്പിന്റെ റിസൾട്ട് വന്നതും. ഉടനെ ഹോസ്പിറ്റലിലെത്തിയ നായികയോട് നീ ഒരുപാട് വീക്കാണെന്നും നാളെ മുതൽ ഡെയിലി ഒരു മുട്ട വെച്ച് കഴിക്കണമെന്നും ഡോക്ടർ പറയുന്നു. എന്റെ വീട്ടിൽ ഇത് നടക്കില്ലല്ലോ എന്ന് കരുതി അവൾ ഫ്ളാറ്റിലേക്ക് എത്തി. ലിഫ്റ്റ് കയറുവാനായി നിന്നപ്പോഴോ ലിഫ്റ്റ് വർക്കല്ല. സ്റ്റെപ്പ് കയറുമ്പോഴോ കുറെ കയറി അവൾ തളർന്നു പോയി. ഒരടി പോലും മുന്നോട്ട് അവൾക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഡോക്ടർ മുട്ട കഴിക്കാൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നതും. കൂട്ടുകാരിയോട് നായിക ഈ വിവരം പറയും. ഹസ്ബൻഡിനോട് നീ ഒന്ന് സംസാരിച്ച് നോക്കുവാനായിട്ടും കൂട്ടുകാരി പറയുന്നു. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നും നായിക പറഞ്ഞതിനാൽ ഹസ്ബൻഡ് അറിയാതെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി മുട്ട കഴിക്കുവാനായിട്ടും കൂട്ടുകാരി പറഞ്ഞു. ഓരോ തവണ റെസ്റ്റോറന്റിൽ പോയി മുട്ട കഴിക്കാനായി ഇരിക്കുമ്പോഴും ഹസ്ബൻഡ് അറിയുമോ എന്ന് പേടിച്ചവൾ കഴിക്കാതെ എഴുന്നേറ്റ് പോകും. ഒരിക്കൽ പേടി മാറ്റി അവൾ റെസ്റ്റോറന്റിൽ പോയി മുട്ട കഴിച്ചു. സ്വർഗം കിട്ടിയ ഫീലായിരുന്നു അവൾക്ക്. ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് അവൾ ഹസ്ബൻഡിനോട് പറയും. ഡോക്ടർ ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നും പറഞ്ഞ് ആയുർവേദ ക്ലിനിക്കിൽ കൊണ്ടുപോയി അവൾക്ക് കഷായം വാങ്ങിക്കൊടുത്തു. പിന്നീട് അങ്ങോട്ട് കഷായം കുടിക്കേണ്ട ദിവസങ്ങളായിരുന്നു. അതവൾക്ക് മടുത്തു തുടങ്ങി. ഹസ്ബൻഡ് തീരുമാനിക്കുന്നതാണ് അവളുടെ കാര്യത്തിൽ നടക്കുന്നതും. തടി കൂടുമെന്ന് പറഞ്ഞ് അവളെ ഇഷ്ടമുള്ളതൊന്നും കഴിക്കുവാൻ പോലും ഹസ്ബൻഡ് സമ്മതിക്കില്ല. ഒരിക്കൽ അവൾ രണ്ടും കൽപ്പിച്ച് ആരുമറിയാതെ കുറെ മുട്ട വാങ്ങി വീടിന്റെ പല സ്ഥലത്തായി ഒളിപ്പിച്ചു വെച്ച് ആരുമില്ലാത്ത സമയത്ത് കഴിക്കുവാനും തുടങ്ങി. ഒരിക്കൽ അപ്പാർട്ട്മെന്റിൽ മീറ്റിംഗ് വിളിച്ചിട്ട് ഇവിടെ മുട്ട ആരോ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വാൺ ചെയ്യുകയും ചെയ്തു. അത് നായികയാണെന്ന് ഹസ്ബൻഡിന് മനസ്സിലായി. അതേ ചൊല്ലി വീട്ടിലെത്തി രണ്ടാളും വഴക്കായി. മുട്ടയെല്ലാം കളയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജിമ്മിൽ അവൾക്ക് വെയിറ്റ് പോലും എടുക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്കും വീക്കായി. അപ്പോഴാണ് ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്ന കാര്യം കൂട്ടുകാരി പറയുന്നതും. അത് നടത്തുന്നതോ നായികയുടെ ഹസ്ബൻഡും. വിവാഹമോതിരവും ഊരിവെച്ച് നായിക അതിൽ പങ്കെടുക്കുവാനും പോയി. കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന തന്റെ ഭാര്യയെ കണ്ട് ഭർത്താവ് ഞെട്ടിപ്പോകും. ഞാൻ എന്റെ ഇഷ്ടത്തിന് ആരുടെയും കൺട്രോൾ ഇല്ലാതെ ജീവിക്കുമെന്ന് നായിക പറയാതെ പറയുന്നു. ഇതുപോലുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.